ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു വീക്കെൻഡ് അല്ലേ? മാർക്കറ്റ് തുറക്കാൻ വേണ്ടി അക്ഷമരായി കാത്തിരിക്കുന്ന ഏവരും സി ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, പി ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഒരാഴ്ച എന്ന് നമുക്ക് വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കാം. അപ്പോൾ കുറേ എന്താ പറയുന്നത് ന്യൂസുകൾ ധാരാളം മാർക്കറ്റിൽ അലതല്ലുന്നുണ്ട്. അപ്പോൾ കേട്ടതൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ കേട്ടതൊക്കെ പോസിറ്റീവ് ന്യൂസ് ആകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ആ പോസിറ്റിവിറ്റി നിലനിർത്തും എന്നുള്ളൊരു പ്രതീക്ഷയോടാണ് റീറ്റെയിലേഴ്സ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഘടകവിരുദ്ധമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പണി പാളും. അപ്പം ഇവിടെ രണ്ട് ചിന്തയാണുള്ളത്. ഓക്കെ, രണ്ട് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIS മുടിഞ്ഞ ഷോർട്ടാണ് അല്ലേ? 93% ഷോർട്ടാണ് ആര്? FIS. നമ്മുടെ റീറ്റെയിലേഴ്സും പിന്നെ DIAസും ലോങ് ആണ്. അവർക്ക് പ്രതീക്ഷ മാർക്കറ്റ് മേലോട്ട് കയറുന്നതാണ്. പ്രൊപ്പറേറ്റഡ് ട്രേഡേഴ്സ് ഉണ്ട്, അവന്മാർ ന്യൂട്രൽ സ്റ്റാൻഡാണ്. അതായത് ചെന്നായുടെ സ്വഭാവം, കുറുക്കൻ്റെ സ്വഭാവം, മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അതിൻ്റെ ചോര കുടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ടീമാണ് പ്രൊപ്പറേറ്റഡ് ട്രേഡേഴ്സ്. അവന്മാർ 50-50 മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് ലാഭം, കമന്ന് വീണാൽ കാപ്പണം, നമ്മുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ കണക്കാണ് പ്രൊപ്പറേറ്റഡ് ട്രേഡേഴ്സിൻ്റെ. അപ്പോൾ ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ തിങ്കളാഴ്ച മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വയലൻ്റായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീം തോക്കും. അതായത് വയലൻ്റായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ FIS അവരുടെ ഷോട്ട് അഴിക്കേണ്ടി വരും. അല്ല മാർക്കറ്റ് തിരിച്ച് താഴോട്ടാണ് പോകുന്നതെങ്കിൽ റീറ്റെയിലേഴ്സും DIAസും വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ച മാത്രമേ കണ്ടറിയാൻ പറ്റൂ. നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധ്യതകളെ പറ്റി സംസാരിക്കാൻ മാത്രമല്ല പറ്റത്തുള്ളൂ അല്ലേ? അപ്പം നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലെ ന്യൂസിനെ പറ്റി ആദ്യം നോക്കാം. മാർക്കറ്റിലെ ന്യൂസിനെ പറ്റി ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ലാസ്റ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് എന്തുകൊണ്ട് പറന്നു അവസാനം 30, ഞാൻ ഓൾറെഡി ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ചെയ്ത് ഞാനത് പറഞ്ഞതല്ലേ. അവസാനം 30 മിനിറ്റ് മാർക്കറ്റ് എന്തുകൊണ്ട് റാലി ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളത് വെറുതെ കുത്തിക്കഴിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം നിലവിൽ എൻ്റെ തമ്പനയിൽ അത് കണ്ടതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഈ ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ വാറ് അവസാനിച്ചു, എൻഡായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇത് മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അതിന് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പരിസമാപ്തിയിലേക്ക് എത്തിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് വൈറ്റ് ഹൗസിൽ നെതന്യാഹുവായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്തിൽ 20 ഐറ്റം സംഭവങ്ങൾ പുള്ളി പറഞ്ഞു. ഇതൊക്കെ അംഗീകരിച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ അച്ചായൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ തൊലച്ച് കളയും എന്ന് പറഞ്ഞു. 6 ഭാഷ ഓർമ്മയുണ്ടല്ലോ, ആളെ മനസ്സിലായവർക്ക്. ഓക്കെ, അച്ചായൻ്റെ ഭാഷ പറഞ്ഞാൽ തൊലച്ച് കളയുമെന്ന് ട്രംപ് പറഞ്ഞു. എന്തായാലും അത് സൺഡേ ആണ് ലാസ്റ്റ്. സൺഡേ 6 ഈവനിങ് 6 AM അമേരിക്കൻ സമയം 6 മണി, വൈകുന്നേരം രാവിലെ എനിക്കറിയത്തില്ല, 6 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ 6 മണിക്കകം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അതിഭീകരമായ സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ട്രംപിൻ്റെ വരട്ട് എന്തായാലും ഫലം കണ്ടു. അവർ ഹോസ്റ്റേഴ്സിനെ വിടാമെന്ന് സമ്മതിച്ചു. ഓക്കെ, അതൊരു പോസിറ്റീവ് ന്യൂസാണ്, നമ്പർ 1. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വൈറ്റ് ബോർഡ് എടുക്കണോ? ആയിരിക്കുന്നൂടെ നല്ലതെന്ന് തോന്നുന്നു. വൈറ്റ് ബോർഡ് എന്തേ കാണുന്നില്ലേ? വൈറ്റ് ബോർഡില്ലെന്ന് തോന്നുന്നു, എല്ലാം പോയി. ഓക്കെ, രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം പോയോ? രണ്ടാമത്തെ കാരണം, ഓക്കെ, വൈറ്റ് ബോർഡ് എടുക്കാം, അത് നല്ലത്.
അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, വാറ് അവസാനിച്ചു അല്ലേ, വാർ എൻഡായി. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര പേർക്ക് അറിഞ്ഞു നിങ്ങൾ അറിയത്തില്ല, ഇന്ത്യയിൽ നിന്നുള്ള ഫർണിച്ചറിൻ്റെ പിന്നെ അപ്ഹോൾസ്റ്ററിയുടെ താരിഫ് 50% നിന്ന് 10-25% ആയിട്ട് കുറച്ചു. 10-25% ആയിട്ട്. ഈ 25% പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം 10-15% ആക്കി. 90%ഉം ഒക്കെ ഈ സാധനം 10-15% ആക്കി. ഇന്ത്യയിൽ നിന്നുള്ള ഫർണിച്ചർ, ഇന്ത്യയിൽ നിന്നുള്ള മൊത്തത്തിലുള്ളതാണെന്ന് തോന്നുന്നു, അല്ല ഇന്ത്യയിൽ നിന്നുള്ള 50% എന്നുള്ളത് ഫർണിച്ചറും അപ്ഹോൾസ്റ്ററിയും അതിനെ ഒഴിവാക്കി ഈ താരിഫിലേക്ക് ആക്കി. ഓക്കെ, അതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഓക്കെ, ഇങ്ങനെ ഐറ്റം വൈസ് ആയിട്ട് ഇനിയും താഴോട്ടിറങ്ങി വരാനാണ്. ഇന്ത്യ ഇതിനൊന്നും നമ്മൾ ചൈനയെ പോലെ ഇന്ത്യ പ്രതികരിച്ചില്ല ഇല്ലേ. അതിന് പകരം നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ പകരം ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തി. അവിടെയാണ് ഇന്ത്യയുടെ വിജയം. അങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറയാതെ നേർക്ക് നേരിടാതെ നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിപൂർവ്വം ഇറങ്ങി കളിച്ചുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇങ്ങനെ അവർ തന്നെ ഇങ്ങോട്ടൊരു ഒരു 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 സമവായ സെറ്റപ്പിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, പുടിൻ ഡിസംബറിൽ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ ലോകരാജ്യങ്ങൾ വളരെ ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു സംഭവമാണ് ഈ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം. ഇവനെ നമുക്ക് അവിടെ പോസ് ചെയ്ത് നിർത്താം. ഇതിൻ്റെ എഫക്റ്റ് എന്തുവാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനെ നമുക്ക് പോസ് ചെയ്ത് അവിടെ നിർത്താം. പക്ഷേങ്കിൽ നാലാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം മലേഷ്യയിൽ ഏഷ്യാൻ സബ്മിറ്റ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ട്. ഏഷ്യാൻ സബ്മിറ്റ്, അവിടെ നമ്മുടെ ട്രംപ് അണ്ണൻ വരുന്നുണ്ട്. എനിക്കൊന്ന് ദിവസം ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, പക്ഷേ ഏഷ്യാൻ സബ്മിറ്റ് ഈ മാസമാണ്, ഒക്ടോബർ അവസാന ദിവസങ്ങളിലും കണ്ടാണ് അത് മലേഷ്യ വെച്ച് നടക്കുന്നത്. ഓക്കെ, ഏഷ്യാൻ സബ്മിറ്റ്. അപ്പോൾ അവിടെ കോലാലംപൂരിൽ, ഓക്കെ, അപ്പം അവിടെ വെച്ച് അവിടെ ട്രംപ് വരുന്നുണ്ട്. അപ്പോൾ മോഡിക്കും ക്ഷണമുണ്ട് ഏഷ്യാൻ സബ്മിറ്റിൽ പങ്കെടുക്കാൻ, മോദിക്കും ക്ഷണമുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോദി ട്രംപ് തമ്മിൽ മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, അവിടെ വച്ച് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ഇതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ തമ്മിലൊരു കൂടിക്കാഴ്ച ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു സമവായം, ഇവർ തമ്മിൽ നേർക്ക് ഇതിനോട് കണ്ടിട്ടില്ലല്ലോ, കണ്ടു കഴിഞ്ഞ് കൈ കൊടുത്ത് പറഞ്ഞ് എന്തെങ്കിലും ഡയലോഗിൽ അണ്ണൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മാർക്കറ്റിന് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ സംഭവങ്ങളാണ് നിലവിൽ മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് ഈ 1, 2, 4 ഈ മൂന്നാമത്തെ ഐറ്റം പുട്ടിനും ഡിസംബറിൽ വരുന്നു എന്നുള്ളത് അതെങ്ങനെ മാർക്കറ്റ് നോക്കി കാണുന്നുള്ളത് നമുക്ക് പിന്നെ അതിൻ്റെ എഫക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ പോസിറ്റീവ് മൊമെൻ്റാണ്. അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാർട്ടർലി റിസൾട്ട് സീസണാണ് ഇനി. ഓക്കെ, റിസൾട്ട് സീസൺ ഇനിയും വരുന്ന ദിവസമാണ്. അപ്പം മാർക്കറ്റിൽ നമ്മൾ ഇനി മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളായിരിക്കും, കാരണം ഹെവി കമ്പനികളായിരിക്കും. കാരണം ഇവരുടെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഈ പ്രാവശ്യം ബാങ്കിങ് സെക്ടറിൽ നല്ല ഒരു റിസൾട്ട് ആര് പ്രതീക്ഷിക്കുന്നുണ്ട്, മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം CRR നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പോസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി പറയാം. ഇന്ന് ഞാനത് കണ്ടുപിടിച്ചത്, അത് മനസ്സിലാക്കിയത്. അതായത് ഓഗസ്റ്റ് മാസത്തെ MPC മീറ്റിങ്ങിൽ RBIയുടെ ഓഗസ്റ്റ് മാസത്തെ NBAയിൽ 4% ഉണ്ടായിരുന്ന CRR എന്താണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ CRR 4% എന്നുള്ളത് 3% കുറയ്ക്കാൻ തീരുമാനിച്ചു. 4 ടേമായിട്ട്, 4 ട്രഞ്ചസ് എന്നതിന് പറയുന്നത്, 4 ടൈമായിട്ട് 0.25 വെച്ചിട്ട് 4 പ്രാവശ്യമായിട്ട് ഇവനെ 4-3 വേണ്ടി RBI തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസം MPC മീറ്റിങ്ങിലാണ് തീരുമാനം എടുത്തത്. അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ 25
ഒക്ടോബറിൽ 25, നവംബറിൽ 25, നവംബർ അവസാനം 25, അങ്ങനെ 1% കുറയ്ക്കാനാണ് തീരുമാനിച്ചത്. അപ്പം ഓൾറെഡി സെപ്റ്റംബറിൽ 25% 0.25 കുറച്ചു. അപ്പോൾ ഈ പ്രാവശ്യത്തെ MPC മീറ്റിങ്ങിന് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ മാർക്കറ്റ് ഇതിനെപ്പറ്റി മറന്നു. അന്ന് 1% പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇതിനെപ്പറ്റി മറന്നു. പക്ഷേങ്കിൽ ഈ RBI എന്ത് ചെയ്തു, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു. 0.25 ഓരോരോ മാസം കട്ട് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ RBI ഗവർണർ പ്രസ് മീറ്റിനകത്ത് ഈ കാര്യം മിണ്ടിയില്ല. CRR ഇങ്ങനെ 0.25 കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മിണ്ടിയില്ല. മനസ്സിലായോ? നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് ഇത് ഇത്ര ശ്രദ്ധിച്ചുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ, ഒന്നും പറയാത്തത് കൊണ്ട് ഈ സംഭവം പിന്നെ മാർക്കറ്റ് മനസ്സിലായ വലിയ ടീമുകൾക്ക് മനസ്സിലായി കാണുമായിരിക്കാം. പിന്നാണ് ഇതിന് ക്ലാരിഫിക്കേഷൻ വന്നത്. RBI ആ പറഞ്ഞ സംഭവം, അന്ന് ഓഗസ്റ്റിൽ പറഞ്ഞ സംഭവം കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ 0.25 CRR കട്ട് മാർക്കറ്റിൽ വന്നു എന്നുള്ള കാര്യം ഒക്ടോബർ 4 മുതൽ ഇന്ന് മുതൽ ഒക്ടോബർ 4 മുതൽ CRR കട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്ക് മാർക്കറ്റ് അവിടെ നിന്ന് മേലോട്ട് പോകാൻ തുടങ്ങി. കാര്യം എന്താ, CRR കട്ട് ചെയ്യാൻ അതിനർത്ഥം എന്താ, ലിക്വിഡിറ്റി. 3-4 ദിവസം മുമ്പ് നമ്മൾ വായിച്ചായിരുന്നു ബാങ്കിങ് സെക്ടറിന് ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട് നമ്മൾ വായിച്ചായിരുന്നു, ഇല്ലേ? ഫണ്ടിൻ്റെ അപര്യാപ്തത ഉണ്ട് നമ്മൾ വായിച്ചായിരുന്നു. അപ്പോൾ ഈ CRR കട്ട് കൊണ്ടുവരുമ്പം ബാങ്കിന് കൂടുതൽ പണം RBI നിന്ന് ലഭിക്കും, കൂടുതൽ പണം അവർക്ക് റിലീസാവും. മനസ്സിലായി? അപ്പോൾ ആ പണം കൊണ്ട് അവർക്ക് ലോണുകൾ കൂടുതൽ കൊടുക്കാനും അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താനൊക്കെ അവർക്ക് ഫണ്ട് ധാരാളം വരും. അതൊരു പോസിറ്റീവാണ് ബാങ്കിന്. ഇതാണ് അവിടെ സംഭവിച്ചത്. ലാസ്റ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് പറക്കാനുള്ളൊരു കാര്യം ഇതാണ് മെയിനായിട്ടുണ്ടായ സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പം ബാങ്ക് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റ് ഇപ്പം പോകുന്നത്. അത് മാത്രമല്ല, അവരുടെ ക്വാർട്ടർലി റിസൾട്ട് പോസിറ്റീവ് ആകാനും വളരെ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതും മാർക്കറ്റിനെ മുന്നോട്ട്. അപ്പോൾ ബാങ്ക് സെക്ടർ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്ടറിലാണ്, മിഡ് ക്യാപ്പിനകത്തിലായാലും നിഫ്റ്റിക്കകത്തിലായാലും ഫിനാൻഷ്യൽ സെക്ടറിനാണ് എന്താണ് ശക്തി കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മാർക്കറ്റിൽ ഉള്ള പോസിറ്റീവ് ന്യൂസുകൾ. ഓക്കെ, അപ്പോൾ ഇനിയും മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചാർട്ടിനകത്തിലോട്ട് നോക്കിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സമ്മറി ആയിട്ട് പറയാനുള്ളത്. ഇനി എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ എത്ര പേർക്ക് ഓർമ്മയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്കിലി അനാലിസിസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്കിലി അനാലിസിസ് കൊടുത്തേക്കാം. നിങ്ങളത് നിർബന്ധമായിട്ടും കാണണം. അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഭാഗം തുടർന്ന് കാണൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴുതനങ്ങായി മനസ്സിലാകുകയില്ല. മനസ്സിലായോ പറഞ്ഞേ? അതുകൊണ്ട് നിങ്ങൾ ആദ്യം അത് പോയി കാണുക. ഇതിൻ്റെ അവസാനവും ഇവിടെ ഐ ബട്ടണിൽ ഞാൻ ലാസ്റ്റ് വീക്കിലെ അനാലിസിസ് കൊടുത്തേക്കാം. നിങ്ങളത് നിർബന്ധമായിട്ട് കാണണം. കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കണ്ടതിന് ശേഷം മാത്രം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ദയവ് ചെയ്തതുകൊണ്ട് അത് കണ്ടിട്ട് മാത്രം ഇത് വന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പാറ്റേണൊക്കെ വരച്ച് കാണിച്ചായിരുന്നു, അല്ലേ? ഒരു പാറ്റേണൊക്കെ നമ്മൾ വരച്ച് കാണിച്ചായിരുന്നു. നമുക്ക് ഇത് ഒന്ന് ഹൈഡ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാറ്റേൺ വരച്ച് കാണിച്ചത് എങ്ങനെയായിരുന്നു? ഒരു മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വീണു, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇല്ലേ? ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഇത്രയും കാര്യം നമ്മൾ ഇവിടം വരെ വന്ന് നിന്ന്, ഇവിടം വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നിന്നത്. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് കുറച്ചുകൂടെ കൺസോളിഡേറ്റ് ചെയ്തു, ഇല്ലേ? എങ്കിലും ഇതിന് താഴെ പോയില്ല. കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഹയർ ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ വരണം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച വീക്കിലി അനാലിസിസിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അത് വന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ആരംഭം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള, ഇവിടുന്ന് തിരിച്ച് ഇങ്ങനൊരു ലോ ഹൈ ക്രിയേറ്റ് ചെയ്തു, ആൻഡ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ പോകാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഓക്കെ, ഇനിയും ഇങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ
ഇവിടെ ഓക്കെ ഇവിടെ ഒരു സാധനമുണ്ട്. ഇനി അടുത്ത സിനാരിയോ ഞാനെന്താ പറഞ്ഞേ, ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ ഇത്ര എത്തിയില്ലെങ്കിൽ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പരിഗണിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ എവിടെ വരും, ഇവിടം വരെ, ഈ ലൈൻ വരെ, ഇവിടം വരെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇവിടെ വരെ വന്നിട്ട് നേരെ തിരിച്ച് താഴോട്ട് വരും. ഓക്കെ, അത് എത്രയാണ്, 25,200, ഏകദേശം 25,200 ഏരിയ വരെ വന്നതിന് ശേഷം അവിടെ നിന്ന് ഒടിഞ്ഞു മടങ്ങി താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴും നമുക്ക് ഉള്ളത് ഈ ബോട്ടമാണ്, ഈ ലൈൻ. ഓക്കെ, ഇത് താഴെ ക്രോസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ബെയറിഷ്, അതായത് 24,400 പൊട്ടി താഴെ പോയെങ്കിൽ, ഡേ വൈസിൽ തൊട്ടി താഴെ, ഇതിന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് താഴോട്ടൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നോക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇവിടുന്ന് ഒന്നുകിൽ ചിലപ്പം ഒരു പക്ഷെങ്കിൽ ഇവിടുന്ന് ബൗൺസ് ചെയ്യും. അപ്പം ഇത് ഡേ വൈസിൽ ഞാൻ പറയുന്നത്, വീക്കിലി അനാലിസിസിലെ കാര്യം ഞാനീ പറയുന്നത്, ഇൻട്രാഡേ അല്ല പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക, നിങ്ങളുടെ ചാർട്ടിനകത്ത് നിങ്ങൾ വരച്ച് വെക്കുക. ഒരു പക്ഷെങ്കിൽ ഇവിടെ വരെ വന്ന നേരെ തിരിച്ച് വരാം, അല്ലെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് മേലോട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വരെ വന്നിട്ട് നേരെ തിരിച്ച് വരാം. അല്ലെങ്കിൽ ഈ ഹൈ ഇത് 26,200 പഴയ ഓൾ ടൈം ഹൈ ആണ്, പഴയ അല്ല റീസെൻ്റ്ലി ഹൈ ആണ്. ആ ഹൈ വരെ പോയിട്ട് നേരെ ആണെങ്കിൽ തിരിച്ച് വന്നിട്ട് വേണം തിരിച്ചിങ്ങനെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും സംഭവം നിങ്ങളുടെ മനസ്സിനകത്ത് കയറ്റി വെക്കുക. ഇങ്ങനൊരു സംഭവമുണ്ട്. രണ്ട് സിനാരിയോ ഞാൻ പറഞ്ഞു ഇല്ലേ. ഒന്ന് ഒരു ഹയർ, ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ തലയ്ക്കകത്ത് കയറാൻ വേണ്ടിയാണ് വീണ്ടും പറയാം. നിങ്ങൾക്ക് ചിലപ്പം ഈ ആവർത്തന വിരസത തോന്നും, എങ്കിലും ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനെ വന്നു വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് വന്നിട്ട് വീണ്ടും. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വരും, അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ തിരിച്ച് പോകാൻ സാധനമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാരലൽ ലൈനായി. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, ഡേ വൈസിൽ ഈ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഡേ ക്യാൻഡിലിൻ്റെ കാര്യം അവിടെ വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ നോക്കണ്ടേ? ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻട്രാഡേ നോക്കാം. ഇൻട്രാഡേ 5 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓൾറെഡി നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് വരച്ചിട്ടേക്കുക അല്ലേ? നമ്മൾ ഓൾറെഡി എല്ലാം വരച്ചിട്ടേക്കുക. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 25,000, നമ്മുടെ തലവര ഇവിടെ കിടപ്പുണ്ട്. ഇനിയും തലവര 25,000 25,000 മുകളിൽ മാർക്കറ്റ് ഇവിടെ നിലനിൽക്കുമോ? നമുക്ക് ഇനി ഇവിടുത്തെ കീ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ 895 തന്നെയാണ്. ഈ 895 തന്നെയാണ്. ഓക്കെ, ഇതാണ് കീ പോയിൻ്റ്. ഈ കീ പോയിൻ്റ് അപ്പോൾ തലവര നമുക്ക് ഇവിടെ വെക്കണം അല്ലേ? അത് എനിക്ക് തെറ്റിപ്പോയി സോറി. തലവര ഇവിടെ തന്നെ വെക്കണം. ഈ 24,950 ഇവിടെയാണ് തീരുമാനം ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെയാണ് തീരുമാനം ഉണ്ടാകുന്നത്. ഇവിടെ ഇത് നിലനിൽക്കുന്നുണ്ടോ? ഇത് നിലനിൽക്കാൻ നോക്കുക. എന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ നാളെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഈ 24,954 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്ന് തിരിച്ചു പോവുമോ അല്ല ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോവോ എന്ന് നോക്കുക. ഓക്കെ, അല്ല ഇത് പൊട്ടി താഴെ പോയാൽ കഴിഞ്ഞു. ഇത് പൊട്ടി താഴെ നമുക്ക് ഈ ലൈൻ കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇല്ലേ, ഈ ട്രെൻഡ് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിർത്തിയാലേ ഇവിടെ കിടന്നോട്ടെ. ഇത് ആവശ്യമുണ്ട് ഈ സാധനം. ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലൈൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് അവിടെ. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക, ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈന് അല്ലെങ്കിൽ ഈ തലവര. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ 24,895 പൊട്ടിയാൽ ഈ ട്രെൻഡ് ലൈനോട് ചുമ്മാ സമാധാനത്തിൽ നോക്കിയേക്കുക. ഇതും പൊട്ടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ സാധനം താഴോട്ട് ഇറങ്ങി വന്നാൽ ഇവിടം വരെ 753 വരെ ഒരു പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ ഇറങ്ങി വന്നാൽ ഇവിടം വരെ വരാനുള്ള സാധ്യത, ഇവിടം വരെ മാക്സിമം വരാനുള്ള സാധ്യതയുണ്ട്. അല്ല സിവിയർ ഫോൾ ആണെങ്കിൽ നേരെ താഴോട്ട് പോകും. അപ്പം നമുക്കതല്ല പ്രശ്നം. നമുക്കിപ്പോൾ മേലോട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ട് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. ഇങ്ങനെ പോവുമോ അല്ല ഇങ്ങോട്ട് പോവുമോ. ഇനിയല്ല ഫ്ലാറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ കഥ മാറും. ഫ്ലാറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പതുക്കെ ഇങ്ങനെ കയറിപ്പോയാൽ 25,030 25,003 ഈ 25,003 അല്ല 25,038 ഇത് ടെമ്പററി ലൈനാണ്. 25,000 സൈക്കോളജി സപ്പോർട്ട് ചെയ്ത് 25,038 കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കവറിങ് റാലി നടക്കും. ഓക്കെ, ഷോർട്ട് കവറിങ് നടക്കും. ഇവിടെ എത്രയാണ് ഇപ്പം 868, ഏകദേശം ഒരു 150 പോയിൻ്റ് മുകളിലോട്ട് പോകണം. മാർക്കറ്റ് 150 പോയിൻ്റ് മുകളിലോട്ട് പോയി സസ്റ്റെയിൻ ചെയ്താൽ ഈ 25,032 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പറക്കും. മാർക്കറ്റ് പിന്നെ അടുത്ത ലക്ഷ്യങ്ങൾ തേടി മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ അതുപോലെ നിങ്ങൾ മനസ്സിലിരിക്കുക, തലവരയാണ്
ഈ പറയുന്ന 24,895 തീരുമാനിക്കും എന്തോ വേണമെന്നുള്ള കാര്യം. ഓക്കെ, ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും, യാതൊരു സംശയമില്ല. പക്ഷേ അപ് ട്രെൻഡ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ 25,038 ക്രോസ് ചെയ്യണം നല്ല രീതിയിൽ. ഓക്കെ, അല്ലെങ്കിൽ ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ നാളത്തെ ദിവസം ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. 25,032 മുകളിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദറായിട്ട് 25,200 വരെയൊക്കെ മാർക്കറ്റ് പോകും. ക്ലിയർ ആയല്ലോ? പറഞ്ഞ് വെരി ക്ലിയർ ആയല്ലോ? തലയ്ക്കകത്ത് കയറിയല്ലോ? ഓക്കെ, അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത് വരയൊന്നും വരയ്ക്കാനില്ല, എല്ലാ വരകളെല്ലാം അവിടെ വരച്ചിട്ട് പണ്ട് തൊട്ടേ വരച്ചിട്ടേക്കുന്ന വരകളാണ്. ഓക്കെ, നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈനാണ് അടുത്ത ലക്ഷ്യം. ട്രെൻഡ് ലൈൻ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അതൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പോൾ ആ ട്രെൻഡ് ലൈൻ ഇപ്പം വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സൂപ്പർ 2 ബുള്ളിഷ് ക്യാൻഡിലാണ് നിൽക്കുന്നത്. നോക്കിക്കേ, ഈ പറയുന്ന പോലെ തന്നെ ഇവിടെയും ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി നേരെ താഴോട്ട് വന്നു, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ തിരിച്ച് താഴെ വന്നിട്ട് വീണ്ടും അടുത്തൊരു ഹയർ ഹൈ ഉണ്ടായിട്ട് നേരെ താഴോട്ട് വന്നു, വീണ്ടും ഹയർ ഹൈ, ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാരലൽ ട്രെൻഡ് ലൈൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളിത് ഡേ വൈസിൽ നിങ്ങൾ നോക്കി വെക്കുക. ഇങ്ങനൊരു സംഭവം ഫോർമേഷൻ ആകുന്നുണ്ടോ, അപ്പോൾ തന്നെ അതിൻ്റെ കൺഫർമേഷൻ എവിടെയാണ്, ഈ ഹൈയോ അല്ല ഈ ഹൈയോ ഇത്രയും കട്ട് ചെയ്യണം. അപ്പോൾ ഒരു W പാറ്റേൺ ആകും. ഇതാ നോക്കി കണ്ടോ, ഒരു W പാറ്റേൺ ആയി കണ്ടോ. ഇത് കട്ട് ചെയ്ത് മുകളിൽ പോകണം. മുകളിൽ പോയ ഇതിൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് മാർക്കറ്റ് ഇവിടം വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, 20 മിനിറ്റ് കൂടുതലായി. ഓക്കെ, നിങ്ങൾ പറയും സാറേ ഞങ്ങൾ എത്ര നേരം വേണമെന്ന് കണ്ടിരുന്നോളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അത് സൂക്ഷിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? ഓക്കെ, എനിവേ എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ. അപ്പം ആ കാര്യങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം അത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇപ്പോൾ ഇൻട്രാഡേ നോക്കുവാണെങ്കിൽ ഇൻട്രാഡേ ഞാൻ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് നോക്കിയേക്കാം. 55,000 ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം 55,000 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ലൈൻ അല്ലേ? അതുപോലെ തന്നെ വറന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യം 55,862 ഓക്കെ, ഈ 55,468 വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോവുമോ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് തിരിച്ചു പോവുമോ, അല്ല ഇത് ക്രോസ് ചെയ്ത് 55,822 ക്രോസ് ചെയ്ത് പോകുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. എന്തായാലും 55,057 ഇതാണ് ഒരു മേജർ ലൈൻ, തലവര എന്ന് പറയുന്നത് മേജർ ലൈൻ. ഇത് പൊട്ടി താഴെ പോയി കഴിഞ്ഞാൽ താഴോട്ട് പോകും. ഇത് സസ്റ്റെയിൻ ചെയ്തിടത്തോളം കാലം മാർക്കറ്റിൻ്റെ മുകളിൽ നിൽക്കത്തേ ഉള്ളൂ. ഓക്കെ, അടുത്തത് മിഡ് ക്യാപ്പാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മിഡ് ക്യാപ്പ്. മിഡ് ക്യാപ്പ് ലവേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ കൂടി വരികയാണ്. ഞാൻ ഉപേക്ഷിച്ച സാധനമാണ്, കാരണം ലോട്ട് സൈസ് ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചതാണ്. പക്ഷേങ്കിൽ എല്ലാവരും ഇപ്പം മിഡ് ക്യാപ്പിൻ്റെ പുറകെയാണ്. സാറേ ഇതിൽ ട്രേഡ് ചെയ്യാൻ വളരെ ഈസിയാണ്, നല്ലപോലെ കംഫർട്ടായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ് ധാരാളം ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേങ്കിൽ കൈ പൊള്ളാതെ സൂക്ഷിക്കുക, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പം മാർക്കറ്റ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കാണുന്ന അതേ പാറ്റേണാണ് ഇവിടെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ട് മാറി താഴോട്ട് വന്നു ഇവിടെ ഒരു ഹയർ ഹൈ. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും അത് തന്നെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുമ്പോട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത. അപ്പം ഇത് നിങ്ങൾ നോക്കുക, ഈ ചരിഞ്ഞ W, മോഹൻലാലിൻ്റെ W അങ്ങനെ പറയാം അല്ലേ, മോഹൻലാലിൻ്റെ W. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് നോക്കുക. അതായത് ഇതെവിടാ, സോറി ഇതായില്ല. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിക്കേ, ഇവിടെ ഈ പറയുന്ന പോലെ നിഫ്റ്റിയുടെ സെയിം പാറ്റേൺ ആണ്. ഇതാ നോക്കിക്കേ, ഒരു ഇൻവെർട്ടർ അല്ല, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. നിഫ്റ്റി ഇത് വരച്ചോളൂ തന്നെ. അപ്പോൾ ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വന്നിട്ട് നേരെ തിരിച്ചു വരണം. അപ്പോൾ 13,100 വരെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 12,793 നിൽക്കുന്നത്. അപ്പോൾ ഈ മിഡ് ക്യാപ്പിനകത്തിൽ ഇങ്ങനൊരു ഫോർമേഷൻ വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇല്ല, ഇത് ക്രോസ് ചെയ്ത് മേലോട്ട് പോകുക നോക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടാകാൻ നോക്കുക. ഓക്കെ, ഡേ വൈസിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഹൈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 13,250 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ലക്ഷ്യം 13,500 ഓക്കെ, 13,250 ക്രോസ് ചെയ്താൽ പിന്നെ 13,500 ഇത് വിട്ടു പോകുന്ന ഒരു മര്യാദയും കാണത്തില്ല.
ഒരു മര്യാദയും കാണത്തില്ല ഇത് പറക്കുന്നതിന്. വേറെ മറ്റുള്ളവരൊന്നും ആരും നോക്കിയതില്ല, ഇവർ ഒറ്റയ്ക്കുള്ള പ്രകടനമായിരിക്കും. അതായത് ഇവൻ ഒറ്റയാനാണ്. മനസ്സിലായോ? ഒറ്റയാൻ എന്താ, ഒറ്റയാൻ സ്വഭാവം എന്താണ്? ഇവൻ കൂട്ടത്തിൽ കൂടത്തില്ല ഇല്ലേ? ഇവനങ്ങ് വല്ലപ്പോഴും കാണും കൂട്ടത്തിൽ കൂടും, എന്നാലും ഇവൻ ഒറ്റ തിരിഞ്ഞ് നിന്ന് പെർഫോം ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഒറ്റയാനെ നിങ്ങൾ സൂക്ഷിച്ചോളുക. അത് മാത്രമല്ല, ഇവിടെ പെർഫോം ചെയ്യാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ബി എസ് സി കഴിഞ്ഞ ദിവസം കുറേ നാളുകളായിട്ട് താഴോട്ട് ഡൗൺ ട്രെൻഡിലായിരുന്നു. 3000-നൊക്കെ പോയ സാധനം ഇപ്പോൾ 2000 കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് BSE പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡിക്സൺ ടെക്നോളജി ഏകദേശം 9% കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീണു. അപ്പോൾ ഇവനും തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ രണ്ടും ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ്. ഇവനെങ്ങാനും പെർഫോം ചെയ്താൽ ഈ വേറെ ആരെയും നോക്കത്തില്ല, ഇവൻ പറക്കും. അതുപോലെ തന്നെ ഇവനെല്ലാം വളരെ എന്താ പറയുക, കോഫോർജ് ആയാലും പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ആയാലും എല്ലാവരും നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്ന് താഴെ കിടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ചാർട്ട് എടുത്ത് നോക്കി, സമയം പോയതുകൊണ്ടാണ്, ഇതിൻ്റെയൊക്കെ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചെങ്ങാനും പെർഫോം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു 300 പോയിൻ്റൊക്കെ പോകുകയെന്ന് പറഞ്ഞതൊന്നും വിഷയമുള്ള കാര്യമേ അല്ല മിഡ് ക്യാപ്പിന്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഇവരെ നോക്കുക കൃത്യമായിട്ട്. നിങ്ങൾ BSE, ഹീറോ മോട്ടോകോപ്പ്, ഡിക്സൺ, കോഫോർജ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ഇത്രയും സാധനത്തിന് നിങ്ങൾ നോക്കുക. ഇവന്മാർ എല്ലാം താഴെ കിടക്കുന്ന സാധനങ്ങളാണ്. ഇവന്മാരെങ്ങാനും പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ പറക്കും. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, 5 മിനിറ്റ് പറയേണ്ട കാര്യമില്ല. 5 മിനിറ്റ് ഞാൻ ഓൾറെഡി എല്ലാം വരച്ചിട്ടേക്കുക. അപ്പോൾ ഞങ്ങളിനി വേറെ ഒന്നും നോക്കേണ്ട കാര്യം ഇല്ല. കണ്ടല്ലോ? ഓക്കെ, ഇവിടെയും ഒരു ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ഈ ലൈൻ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. കണ്ടോ? കൃത്യമായിട്ട് ആ ലൈൻ ഫോളോ ചെയ്തിട്ടാണ് ആ സാധനം പോകുന്നത്. കണ്ടോ? കൃത്യമായിട്ട് ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള ലൈനാണ്. ഈ സാധനം ഇവനെ ഫോളോ ചെയ്തിട്ടാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ ഈ ലൈൻ നിങ്ങളൊന്ന് വരച്ചിടുക. നോക്കിയത് കണ്ടല്ലോ, ലൈൻ കണ്ടല്ലോ? ഓക്കെ, വരച്ചിടുക. അതിനുശേഷം ഈ ലൈനെ ഫോളോ ചെയ്താണ് ഇത് പോകുന്നത് നോക്കുക. 12,280. ഓക്കെ, 12,280. ഇവൻ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് 12,915. പിന്നെ അങ്ങോട്ട് പോകും. ഒന്നും നോക്കാനില്ല. ഓക്കെ, ഇവൻ 13,000 ഒക്കെ ഈസി ആയിട്ട് അടിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി വെക്കുക. ലെവലുകൾ അറിയാമല്ലോ. ലെവലുകളൊക്കെ പണ്ട് തൊട്ടേ വരച്ചിട്ടേക്കുന്ന ഒന്നും മാറ്റാനൊന്നും ഇല്ല. ഓക്കെ, ഒന്നും മാറ്റാനില്ല. 13,014 വരെ നോക്കിക്കേ. 13,077, 14,014, 12,965, 915, 12,840. 12,840 നാളത്തെ ക്രൂഷ്യൽ ലൈൻ. ഇതിന് മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇവൻ പറക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. വീക്കിലി അനാലിസിസ് സംസാരിക്കാൻ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. വളരെ സാവധാനതയോടെ ചാടിക്കയറി ട്രേഡ് ചെയ്യാതെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം കണ്ടെത്തി കൃത്യമായ സ്റ്റോപ്പ് ലോസുകൾ വെക്കാത്തവരാണെങ്കിൽ മനസ്സിൽ സ്റ്റോപ്പ് ലോസ് കണ്ട് നിങ്ങൾ ആ പോയിൻ്റ് വരുമ്പം കൃത്യമായിട്ട് നിങ്ങൾ ഇറങ്ങാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, എന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വളരെ ദുഷ്കരമാണ്, പിടിച്ചു നിന്ന് പോകാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ചെറിയൊരു പാളിച്ച മതി വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്താൻ. അതുകൊണ്ട് നിങ്ങൾക്ക് സമയ സന്ദർഭമുള്ളപ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യില്ല. ഞാൻ ട്രേഡ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. സമയമുണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാവൂ. അതുപോലെ തന്നെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. കൃത്യമായ എൻട്രി പോയിൻ്റ് കണ്ടെത്തി അവിടെ മാത്രം ട്രേഡ് ചെയ്യാൻ ശീലിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പഴച്ചു പോവാം. വലിയ വലിയ അണ്ണന്മാരുടെ ഇടയിൽ ചെറിയ ചെറിയ അപ്പക്കഷ്ണങ്ങൾ പെറുക്കി തിന്ന് പശിയടക്കി മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കുക. അപ്പം കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നാളെയല്ല, ഇന്ന് ഞാൻ നേരത്തെയാണ് ചെയ്യുന്നത് ഇത്. കാരണം എന്തിനാണ്, ഒരു ദിവസം നാളെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. വിശദമായിട്ട് സമാധാനത്തെ കേട്ടിടുന്ന ലെവലുകളൊക്കെ നിങ്ങൾ ചാർട്ടിനകത്ത് വരച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിച്ച് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ദിവസം സമയമുണ്ട്. ഓക്കെ, അതുകൊണ്ട് സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. പഠിത്തമല്ലാതെ മാർക്കറ്റിൽ കുറുക്കു വഴിയില്ല, അടിവരയിട്ട് പറയുകയാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പഠിച്ച് ഒരു ലെവലിലെത്താൻ ശ്രമിക്കുക. നേട്ടങ്ങൾ ധാരാളം ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. എനിക്ക് ജസ്റ്റ് വഴി ചൂണ്ടി കാണിച്ചു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, നാളെ തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.